ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസിലോട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ തീം പാർക്കായ മാംഗോ മെഡോസിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ അപ്പുറത്തുള്ള കടുത്തുരുത്തിയിലാണ് ഈ സ്ഥലമുള്ളത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീം പാർക്കാണിത്. നിറയെ ക്യാറ്റ്സ് ഗ്ലോ ഒക്കെ പടർത്തിയിട്ടുള്ള ഈ വൈബ് കള്ള് ഷാപ്പിൻ്റെ അവിടെ നിന്നും റൈറ്റിലോട്ട് ടേൺ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ മാംഗോ മെഡോസിലോട്ടെത്തും. ഈ പോകുന്ന വഴിയൊക്കെ ഒരു ചെറിയ വൈബ് സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. ഈ പാടത്ത് അവിടെ ഇവിടെയായിട്ട് നിറയെ താറാവ് കൂട്ടങ്ങളും പോത്തും എരുമയും പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ തൃശ്ശൂരിൽ നിന്നും ഏകദേശം 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മാംഗോ മെഡോസിലെത്തി. ഇനി മാംഗോ മെഡോസിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ഇതുപോലെ 3 ബസ്സുകളിലായിട്ട് 150ഓളം പേരാണ് കേട്ടോ ട്രിപ്പ് വന്നിരിക്കുന്നത്. വയസ്സായവരും കുട്ടികളും ഒക്കെ നമ്മുടെ കൂടെ ഉള്ളതിനാൽ എല്ലാവർക്കും ഒരുപോലെ അടിച്ചു പൊളിക്കാവുന്നൊരു സ്ഥലം എന്ന ഉദ്ദേശത്തിലാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ നേരം ഊട്ടിയിലായിരുന്നു. ഇതൊരു വാട്ടർ തീം പാർക്കാണെന്ന് തെറ്റിദ്ധരിച്ച് വരുന്ന ആൾക്കാരുള്ളതിനാലായിരിക്കും ഇതുപോലൊരു മെസ്സേജ് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീം പാർക്കാണ് കേട്ടോ. ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ എത്തുന്നത് ഇവിടെയോട്ടാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ടീമായിട്ട് നമുക്ക് ഓരോ ഗൈഡിനെ കിട്ടും. അപ്പം ഇവിടെ ഇതിനുള്ളിലുള്ള ഓരോ സംഗതികളും എന്താണെന്ന് ഗൈഡ് നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരും. ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് ഇവിടെ അധികമായിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചായയും സ്നാക്സൊക്കെ കഴിക്കാനായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രകൃതിയോടിണങ്ങി മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തൊരു സ്ഥലമാണിത്. ഏകദേശം 4300-ലധികം സ്പീഷീസ് ഓഫ് ട്രീസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഏകദേശം ഒരു 10-20 വർഷം കൊണ്ട് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സ്ഥലമാണ്. കുമ്പിളുണ്ടാക്കില്ലേ അതിൻ്റെ ഒരു ഷേപ്പിൽ വരും ഈ കാണുന്നത് കൃഷ്ണനാട്. പിന്നെ ഈ കാണുന്നത് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള ഓരോ നിർമ്മിതിയാണെങ്കിലും ഓരോ മരത്തിൻ്റെയും പിന്നിലുള്ള കഥകൾ നമുക്ക് ഗൈഡ് നമുക്ക് പറഞ്ഞു തരും. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് മീനൂട്ട് പാലത്തിലോട്ടാണ്. ഈ പാലത്തിൻ്റെ അടിയിൽ കാണുന്ന ഈ നെറ്റ് ഉണ്ടല്ലോ, നമ്മൾ നടക്കുന്ന ആ സ്ഥലം, അത് ആ നെറ്റ് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് 1 രൂപ കോയിൻ വെട്ടിയെടുത്തിട്ടാണ്. ഈ പോണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഈ പോണ്ടിൽ നിറയെ ഫിഷുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇതിനെ ഫീഡ് ചെയ്യാം. അതുപോലെ ചൂണ്ടയിട്ട് പിടിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ പോണ്ടിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു കസേരയിലിരുന്ന് ഫിഷിങ്ങൊക്കെ ചെയ്ത് ആ ഫിഷിനെ തന്നെ പൊരിച്ച് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വൈബ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് പറ്റിയ സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമ്മളിവിടെ രാവിലെ ഒരു 11 മണി തൊട്ട് ഒരു 5 മണി 6 മണി വരെയുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുള്ളത്. നല്ല നട്ടപ്പാറ വെയിലത്താണ് നമ്മളിവിടെ മീനൂട്ടിന് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കത് അത്രയും ആസ്വദിക്കാൻ പറ്റിയില്ല. ഇവിടെ നല്ല വെയിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അപ്പുറത്ത് നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ കുറച്ചും കൂടി വെയിലൊക്കെ കുറവുണ്ട്. കാരണം നിറയെ മരങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ അത്ര അങ്ങ് ഭയങ്കരമായിട്ടുള്ള വെയിൽ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഓരോ സ്ഥലത്തും ഇതുപോലെ ഏതൊക്കെ മരങ്ങളാണ് അവിടെ വെച്ചിട്ടുള്ളത്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഇതുപോലെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ മരങ്ങളും ചെടികളും അതിനിടയിൽ ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കും എനിക്കിതൊന്നും വലിയ കൗതുകമായിരുന്നില്ല. എനിക്ക് കുറച്ചും കൂടിയും അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പുകളാണ് എനിക്ക് കുറച്ചും കൂടിയും ആസ്വദിക്കാനൊക്കെ പറ്റുക. പക്ഷേ ടൗണിലൊക്കെ ജീവിച്ച് വളർന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവമായിരിക്കും. നഗരത്തിലൊക്കെ വളർന്ന് വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് കുറച്ചൊക്കെ കൗതുകമായിരിക്കും. കാരണം അവർ കഥകളിൽ കേട്ടും പാഠപുസ്തകങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ആനപ്പന. ആനയ്ക്ക് പട്ട കൊടുക്കാനായിട്ട് എടുക്കുന്നത് ഈ പനയാണ്. ആനപ്പനയിൽ എന്നിട്ട് പട്ടയൊന്നും കാണാനില്ലല്ലോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. പനങ്കൊല എന്ന് പറഞ്ഞത് സ്ത്രീകളുടെ മുടിയിൽ പനങ്കൊല പോലത്തെ മുടിയിൽ പറഞ്ഞത്.
അമ്മ പോയി കണ്ടിട്ട് വാ. മുതലയുടെ കഥ പറയില്ലേ, ഹൃദയം ഏതാ കുറ്റിച്ചെടിയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഇലയുടെ വരുന്നൊരു മുകളമാണ്, നല്ല മുകളം വരും. അതാണ് നമ്മൾ കായായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ 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 ഇരിക്കണോ ഇങ്ങോട്ടെ. അതിന് നല്ല കട്ടിയുടെ വരാം. റെയിൽവേ പാലത്തിനൊക്കെ പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉൾക്കാടിലോട്ട് പോകുമ്പോൾ അത് അതിന് ഇലയാണ് മെറ്റഡ് വരുന്നത്. 7 അടി വരുന്ന വലിപ്പം വെക്കുന്നത് ക്ലൈമറ്റ് ആയതുകൊണ്ടാണ്.
ഇവിടെ സ്റ്റേ ചെയ്യാവുന്ന സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഹണിമൂൺ കോട്ടേജ്, കേവ് കോട്ടേജ് എന്നൊക്കെ പറഞ്ഞ് കുറേ കോട്ടേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേ ചെയ്യാനായിട്ട് 1000 റുപ്പീസ് അങ്ങാണ്ടാണ് വരുന്നത്. പ്രൈസ് റേഞ്ചൊക്കെ ഓരോ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച് മാറിയിരിക്കുന്നു തോന്നുന്നു. ഈ ചേട്ടൻ നമ്മൾ പറയുക വെച്ച് കഴിഞ്ഞാൽ ഓറക്കുഴലൊക്കെ വായിച്ചു തരും. രണ്ട് കുറയ്ക്കന്മാർ ഒരേ ഫ്രെയിമിൽ. കയറെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ചകിരിയിൽ നിന്നാണ് കയറുണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ചകിരിയിൽ നിന്ന് ഇങ്ങനെ കയറുണ്ടാക്കുന്നത് നമുക്കൊരു കൗതുകമുള്ള കാഴ്ചയാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം എന്നില്ല. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും അതൊരു കൗതുകമുള്ള കാഴ്ച തന്നെയായിരുന്നു ചകിരിയിൽ നിന്നും കയറുണ്ടാക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള കയറുകളൊക്കെ അപ്പുറത്ത് ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുന്നുമുണ്ട്. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ക്ലേ പോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്നൊരു ചേട്ടൻ വന്ന് നമുക്ക് ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനും പറ്റും കേട്ടോ. പിന്നെ ഇങ്ങനെ ഇവിടെ പശുവിനെ കറക്കുന്നതും കറവക്കാരനും ഒരു കുഞ്ഞി പശുവിൻ്റെ ഒക്കെ പ്രതിമ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് എമു, അതുപോലെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് പക്ഷികളും അതുപോലെ പശുവൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇനി ഈ കാണുന്ന സൈക്കിള് നമുക്ക് 100 രൂപ കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് സൈക്കിൾ എടുക്കാം. അവിടെ തിരിച്ച് നമ്മൾ ആ സൈക്കിൾ അവിടെ ഏൽപ്പിക്കുമ്പോൾ ആ 100 രൂപ നമുക്ക് അവർ തിരിച്ച് തരും. ആളുകൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ കണ്ടത് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിളാണ് കേട്ടോ. ആ ബൈബിളിൻ്റെ അടിയിൽ നമുക്ക് വെറുതെ കുറച്ച് നേരം വിശ്രമിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് ഫിഷിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫിഷ് അധികമൊന്നുമില്ല, അത്യാവശ്യം ഒരു വലിയ ഗ്ലാസ് ടാങ്കിൽ നിറയെ ഫിഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ ചുറ്റും നടന്ന് കാണാം. അത്യാവശ്യം വലിയ നമ്മുടെ ഗൗരാമി ഫിഷാണെന്ന് തോന്നുന്നു. വഴി തരാം. പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 പെഗ് അടിക്കുന്ന ഒരു എഫക്റ്റ് ആണ് പറയുന്നത്. എല്ലാവരും ഈ മരം കുടിച്ച് ഈ മരത്തിന്റെ കായ കഴിച്ചു കഴിഞ്ഞാൽ മദ്യപിക്കണ്ടെന്നാണ് ആ കുട്ടി പറഞ്ഞേട്ടാ. അതുപോലെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ട്രെയിനൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. 100 രൂപ അങ്ങാണ്ട്, ഒരാൾക്ക് 100 രൂപ അങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലം മൊത്തം ഈ ട്രെയിനിൽ ചുറ്റി കാണാം.
ബ്രേക്കില്ലേ? പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്തായിട്ട് ആർച്ചറി, അതുപോലെ ഷൂട്ടിങ്, അങ്ങനെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്ക് പോലത്തെ സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. Drive.